കുട്ടിയെ കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സംശയം തോന്നിയ ഞാൻ കുട്ടിയുടെ അമ്മയുമായി ഫോണിൽ ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോൾ അയാൾ വേഗം എസ്കേപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ വിവരം കുട്ടിയുടെ ഗാർഡിയൻസിനെ അറിയിച്ചില്ലേ? അറിയിച്ചു സാർ. അവർക്കും അയാളെ അറിയാമെന്നാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തൊക്കെയോ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ തോന്നാൻ കാരണം പറയണം. അത് സ്കൂൾ രജിസ്റ്ററിൽ കുട്ടിയുടെ അമ്മയുടെ പേര് മാത്രം മതിയെന്ന് ആ സ്ത്രീക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഓഹോ, എന്താണ് ആ സ്ത്രീയുടെ പേര്? ക്ലാര തിലകൻ. അഡ്വക്കേറ്റ് ജേക്കബ് തിലകൻ്റെ മകളാണ്. ക്ലാര എൻ്റെ മകളാണ്. അവരിവിടെ ഇല്ലേ? സാറിരിക്കും, ഞാനിപ്പോൾ മോളിക്കുട്ടി. ആ നീ ആ ക്ലാരയെ ഒന്ന് വിളിച്ചേ. മിസ്സസ് ആണല്ലേ? അതെ. ആ സാറിരിക്കും. ക്ലാര ആകെ തകർന്നിരിക്കുകയാണ് സാർ. ഞങ്ങൾക്കാർക്കും ഇതങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ക്ലാര മാത്രമേ സാറിന് മകളായിട്ടുള്ളൂ? അല്ല, എനിക്കൊരു മകൻ കൂടിയുണ്ട്, കെവിൻ. അവൻ സ്റ്റേറ്റ്സിലാണ്. ക്ലാരയുടെ ഹസ്ബൻഡ് എവിടെയാണ്? അയാള് ജർമ്മനിയിലായിരുന്നു, പക്ഷെ ഇപ്പം നാട്ടിലുണ്ട്. അയാൾ ഇവിടെ തന്നെയാണോ താമസം? അല്ല സാർ, അയാൾ അയാളുടെ വീട്ടിലാണ് താമസം. അപ്പോൾ ക്ലാരയോ? ക്ലാര അവളിവിടെയാണ്. അതെന്താ, അവർ തമ്മിൽ നല്ല ടേംസിലല്ലേ? ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം ഒന്ന് പരിഹരിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഇഷ്യൂ. ക്ലാര അല്ലേ? കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് ക്ലാര ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഉണ്ട്. ആരെയാണ് ക്ലാരയ്ക്ക് സംശയം? പറയൂ. കമോൺ. ശ്യാമപ്രസാദിനെ. അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ്. യെസ്. അയാളെ സംശയിക്കാൻ കാരണം? അയാൾ എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചതാണ്. എന്തിന്? പറയണം. അയാൾക്ക് നിങ്ങളുടെ കുട്ടിയുമായുള്ള ബന്ധം? പറയൂ. അയാൾ നിങ്ങളുടെ ആരാണ്? സാർ, ശ്യാം എൻ്റെ ജൂനിയറാണ്. പോരാത്തതിന് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടുമാണ്. ഇപ്പോൾ വെറുതെ ശ്യാമിനെ സംശയിക്കുകയാണ്. സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന വളരെ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റാണ് ശ്യാം. അയാൾ ഇങ്ങനൊന്നും ചെയ്യില്ല. പക്ഷേ ഒരു കാരണവുമില്ലാതെ ആരും ആരെയും സംശയിക്കേണ്ട കാര്യമില്ലല്ലോ സാർ. ഇനി സാറിന്റെ മകൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും കാണും, അല്ലേ മിസ്സസ് ക്ലാര? സാർ, ഇവൾ നോ പ്ലീസ് സാർ, എനിക്ക് സംസാരിക്കാനുള്ളത് ക്ലാരയോടാണ്. ഞാൻ എന്താ ചോദിച്ചത്? യെസ്, നിങ്ങളുടെ മകളും അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് തമ്മിലുള്ള ബന്ധം പറയൂ. അയാൾ എന്തിനെ നിങ്ങളുടെ കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കണം?
അത് അയാൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ടാ. കൊള്ളാം. അതൊരു കാരണമാവില്ലല്ലോ ക്ലാര. കുട്ടികളില്ലാന്ന് പറഞ്ഞ് ആരെങ്കിലും മറ്റുള്ളവരുടെ കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുമോ? അതും സാറ് പറഞ്ഞ പോലെ ശ്യാമപ്രസാദിനെ പോലുള്ള ഒരു അഡ്വക്കേറ്റ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ചില നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ശരി. ക്ലാര, ജസ്റ്റ് എ മിനിറ്റ്, ഒന്നിങ്ങി വരൂ. പപ്പയുടെയും മമ്മിയുടെയും മുമ്പിൽ വെച്ച് ചോദിക്കുന്നത് ഒട്ടും ശരിയല്ലാന്ന് ഓർത്തിട്ടാ. മറ്റൊന്നും ധരിക്കരുത്. ക്ലാരയുടെ കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശി നിങ്ങളുടെ ഹസ്ബൻഡോ അതോ അഡ്വക്കേറ്റ് ശ്യാമപ്രസാദോ? ഐ മീൻ, ആ ശരി. മോള് വാ. അഡ്വക്കേറ്റ് ശ്യാമപ്രസാദിന്റെ വീടല്ലേ? അല്ല, എന്റെ വീടാ. ശ്യാമപ്രസാദ് ഇവിടെയാണ് താമസിക്കുന്നത് എന്നാണല്ലോ കേട്ടത്. കേട്ടതൊക്കെ ശരിയാ സാറേ. താമസിക്കുന്നതും ഇവിടെ തന്നെയാ. അതുകൊണ്ട് സ്വന്തം വീടാകണമെന്നില്ലല്ലോ. പിന്നെ വാടകയ്ക്കാണോ? എന്നാൽ എന്തായിരുന്നു, വാടകയ്ക്കാണെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു. നിങ്ങൾ ശ്യാമിന്റെ ആരാ? ആരാണെന്ന് ചോദിച്ചാൽ ആരുമല്ല, എന്നാ ആരുമല്ലേന്ന് ചോദിച്ചാൽ ആണ് താനും. സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നതാ എനിക്കിഷ്ടം. അകത്തോട്ടിരിക്കാം സാറേ, വരണം. ഇരിക്കണം സാർ. എന്റെ ഭർത്താവിന്റെ മകളുടെ ഭർത്താവാ ശ്യാം. ഭർത്താവിന്റെ മകളുടെ ഭർത്താവോ? ആരാ കഞ്ചനമ്മ അവിടെ? ദാ, അവന്റെ ഭാര്യ ഗംഗ. കാര്യങ്ങളൊക്കെ ഇനി ഇവളോട് ചോദിച്ചോളൂ. ശ്യാമിനെ കാണാൻ വന്നതാ. അറസ്റ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു. എന്താ ഒരു സ്വകാര്യം? അല്ല സാറേ, അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ വന്നതാണോന്ന് ചോദിക്കായിരുന്നു. ആരെ? അല്ല, ശ്യാമിനെ. എന്തിന്? ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയതിനെ. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ശ്യാമാണോ? അല്ലാതെ പിന്നെ അതിന് പാർക്കാ സംശയം? അവന്റെ കുഞ്ഞല്ലേ അത്. ശ്യാമിന്റെ ഭാര്യയാണെന്നല്ലേ പറഞ്ഞത്? ഈ സ്ത്രീ പറഞ്ഞത് ശരിയാണോ? ആ കുട്ടി നിങ്ങളുടെ ഭർത്താവിന്റെ കുഞ്ഞാണോ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമോളെ. എന്തിനാ മടിക്കുന്നേ? വേറെ ആരോടും ഇല്ലല്ലോ. എന്റെ പൊന്ന് സാറേ, സംഗതി ഉള്ളതാ. ആ കൊച്ച് അവന്റേതാ. ആ ക്ലാര അതിനെ വിട്ടുകൊടുക്കാത്തതിന്റെ പേരിൽ അവൻ അതിനെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള കാര്യം ഉറപ്പാ. സാറ് വേണമെങ്കിൽ ചോദ്യം ചെയ്ത് നോക്ക്. അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് അല്ലേ? അതെ. നിയമപരമായി കുട്ടി നിങ്ങളുടേതാണെന്നിരിക്കെ അതിനെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു മിസ്റ്റർ? മനസ്സിലായില്ല. എന്നെയോ അതോ ഞാൻ പറഞ്ഞതോ? പറഞ്ഞത്. എന്താ മിസ്റ്റർ, നിങ്ങളല്ലേ അത് ചെയ്തത്? സർ, കാണാതായത് എന്റെ കുഞ്ഞിനെയാണ്. കംപ്ലൈന്റ് ചെയ്തതും ഞാനാണ്. പക്ഷെ നിങ്ങളുടെ ഈ നിലപാട് കാണുമ്പോൾ എവിടെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മിസ്റ്റർ ശ്യാമപ്രസാദ്. പക്ഷേ കംപ്ലൈന്റ് ചെയ്ത് നിങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞത് ശരിയല്ല.
വേറെയും കംപ്ലൈൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രതി നിങ്ങളുമാണ്. ഇനി പറ, നിങ്ങൾ എവിടെയാണ് ആ കുട്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സോറി, ഇനി നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ ഒക്കില്ലല്ലോ. ഞാനൊരു ഡോർ ടു ഡോർ സെയിൽസ്മാനായിട്ടൊന്നുമല്ല നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഐ ആം എ പോലീസ് ഓഫീസർ, യു നോ. ബട്ട് ഐ ആം ആൻ അഡ്വക്കേറ്റ്. ആ ഒരു മര്യാദ പോലും നിങ്ങൾ എന്നോട് കാണിച്ചില്ല. നിങ്ങൾ അത് അർഹിക്കുന്നില്ല മിസ്റ്റർ ശ്യാം. വാട്ട് യു മീൻ സർ? സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് ഒരു ഉളുപ്പുമില്ലാതല്ലേ മറ്റേതോ സ്ത്രീയിൽ പിറന്ന ആ കുഞ്ഞ് തന്റേതാണെന്ന് നിങ്ങൾ അവകാശം പറഞ്ഞത്? അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ പിന്നെ എങ്ങനെ ഇത്ര പബ്ലിക്കായി ശ്യാം? എവിടെയോ കിടന്ന ഞാൻ പോലും അതിലൊരു ഭാഗഭാക്കായില്ലേ? സർ, ശരിക്കും വ്യക്തിപരമായി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ? കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അമ്മ ആരാണ്? ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യ ഗംഗയാണോ? മൈക്കിൾ കാട്ടൂക്കാരന്റെ ഭാര്യ ക്ലാരയാണോ? അതോ മനോരോഗിയായ രേണുകയോ?